ഹായ് ഗൈസ്. ഹായ് ഗൈസ്, ഞങ്ങളിത് ഇപ്പൊ വണ്ടിയിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണുന്നത് ഞങ്ങളുടെ ടോപ്പിക് എന്താന്നല്ലേ? ഞങ്ങളുടെ ടോപ്പിക് ഒരു വണ്ടിയാണ്, പക്ഷെ വണ്ടിയല്ല, റോഡ്. റോഡ്. അതെ. അപ്പൊ ഇന്ന് ഞങ്ങള് സംസാരിക്കാൻ പോകുന്നത് റോഡിനെ പറ്റിയാ. അടിപിടി കടിപിടി കടിപിടി അടിപിടി അടിമുടി എരിപൊരി അതിലൊരു ചിരിവഴി കളിയുടെ ചിരിയുടെ മൊഴിയുടെ കലവില വേണം. റോഡ് എന്നാ ഉണ്ടായത്, റോഡിന്റെ കൺസെപ്റ്റ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്, ആരാ അത് കൊണ്ടുവന്നത്, എങ്ങനെയാ അത് ഈ ഒരു മോഡേൺ യുഗത്തിലെ പോലെ ആയത്, എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ തിരമാല എന്ന് പറഞ്ഞ ചാനലിലൂടെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ദേ ഞങ്ങൾ പോകുന്നു ഞങ്ങളുടെ തിരമാലയിലോട്ട്. അപ്പൊ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ? അതെ. അപ്പോ നീ ബുക്കോ എന്ന് യാത്ര ചെയ്യുന്നതല്ലേ? അതെ, എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ വീഡിയോ തുടങ്ങിയ യാത്രയല്ലേ? അപ്പൊ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു റോഡ് ആവശ്യമല്ലേ? നല്ല ഒരു പാത. അതെ, അനിവാര്യമാണ്. അതെ, അത് റോഡാകാം, എന്തോ ആകാം അല്ലേ? പക്ഷെ നമുക്കൊരു പാത്ത് വേണം. അപ്പൊ ഞങ്ങൾ ഇന്ന് റോഡിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ റോഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്നായിരിക്കും ഉണ്ടായത്? ആ റോഡ് നമ്മുടെ ഏതെങ്കിലും ഒരു ബിസിയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഏരിയ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് ഒരു ബിസിയിലാണ് ഗൈസ്. പക്ഷേ റോഡുണ്ടായത് മനുഷ്യനുണ്ടായപ്പം തൊട്ടേ റോഡുണ്ടായിരുന്നു എന്നാ പറയുന്നത്. എന്റെ അന്നത്തെ ഊഹം തെറ്റി. ബിസിയല്ല. അന്നത്തെ കാലത്ത് ആൾക്കാര് ഈ മൃഗങ്ങളൊക്കെ വേട്ടയാടാൻ പോകത്തില്ലേ? അപ്പൊ അവർക്കെന്ന് പറഞ്ഞാ അറിയാം എവിടെയാ മൃഗങ്ങളുള്ളത്, എവിടെയാ ഫ്രൂട്ട്സ് ഉള്ളത്, അതേപോലെ തന്നെ എവിടെയാണ് വെള്ളം ഉള്ളതെന്നൊക്കെ. അപ്പൊ അവരുടെ ഫുട് പ്രിന്റ്സ് നോക്കിയിട്ട് പോകുന്നതായിരുന്നു ആദ്യത്തെ റോഡിന്റെ പാത. ആദ്യത്തെ പാത എന്ന് പറയും, പാത. അപ്പൊ ആദ്യത്തെ പാത അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏൻഷ്യന്റ് ഈജിപ്റ്റ്, മെസപ്പൊട്ടാമിൻ, അങ്ങനെ ഓരോരോ സിവിലൈസേഷൻ വന്നപ്പോഴത്തേന് ആൾക്കാരുടെ അവരവരുടെ കൺവീനിയൻസിന് വേണ്ടി റോഡ് വികസിപ്പിച്ചു. അതെ, റോഡ് വികസിപ്പിച്ചു. ആദ്യം വെട്ട് റോഡ്, മണ്ണുകൊണ്ട് മാന്തിയുള്ള റോഡായിരുന്നു. പിന്നെ അത് കോൺക്രീറ്റ് ഒക്കെ പിന്നെ ആയിരിക്കും വന്നല്ലേ? അല്ലല്ല, ആ സമയത്ത് എന്തായാലും പിന്നെ മണ്ണിട്ട് നേത്തിയിട്ട് പിന്നെ കോൺക്രീറ്റ് എല്ലാം ഇടാൻ പറ്റും. പിന്നെ കോൺക്രീറ്റ് ഇട്ടായിരിക്കും, പിന്നെ നമ്മുടെ താരങ്ങി ഒന്നാണ്. അതെ. പിന്നെ ഇപ്പം ചില റോഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കല്ലടിക്കുന്നത്. പല പല രീതികളിലെ ആൾക്കാര് അവരുടെ സൗകര്യത്തിന് വേണ്ടി റോഡിനെയൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട് ഗൈസ്. അപ്പോ നിങ്ങൾക്കും അറിയായിരിക്കും, നിങ്ങളുടെ ചുറ്റുപാടും കാണും പല ടൈപ്പ് റോഡുകൾ, ആധുനിക രീതിയിലുള്ള റോഡുകൾ, ഹൈവേ റോഡ്, പിന്നെ NH റോഡ്, പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ റോഡില്ലേ? അതെ, ഞങ്ങളുടെ പുറകിൽ റോഡ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അപ്പൊ അതും ഒരു റോഡാണ്. ഇപ്പൊ നമ്മളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് താറിട്ട റോഡുകളല്ലേ? അതേപോലെ തന്നെ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത റോഡുകളാണ്. നമ്മളുടെ ഇപ്പോഴത്തെ മിനിസ്റ്ററൊക്കെ പറയുന്ന പോലെ എല്ലാം നല്ല വൃത്തിയുള്ള റോഡുകളാക്കി മാറ്റുമെന്ന് പറയുന്നു. ഞങ്ങളും അത് വിശ്വസിക്കുന്നു. കാരണം ഇപ്പം ട്രിവാൻഡ്രത്തോട്ടൊക്കെ പോകുമ്പോ നല്ല സുഖമാണ് ഈ യാത്രക്ക്, പെട്ടെന്ന് നമ്മൾ എത്തും. പക്ഷെ നമ്മളിപ്പോ ഞങ്ങൾ ഇവിടുന്ന് കൊല്ലത്ത് പോകണമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഇവിടുന്ന് കൊല്ലം വരെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണി നടക്കുവോ? പണി തീരുമ്പോ നല്ല റോഡായിരിക്കും അല്ലേ? പണി തീരുമ്പോ. പക്ഷെ എന്ന് തീരുമെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് തന്നെ പണി തീരട്ടെ എന്നുള്ളത്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മളുടെ ടോപ്പിക്കിൽ നിന്ന് വ്യത്യാസപ്പെട്ടു പോയി, വിഷയം മാറിപ്പോയിരിക്കുന്നു. അപ്പൊ റോഡിനെ പറ്റിയായിരുന്നു. റോഡെന്ന് പറയുന്നത് ഒരു സംഭവമാണല്ലേ? അതെ, റോഡ് ഒരു സംഭവമാണ്. വണ്ടി ഉരുളാൻ വേണ്ടി റോഡ് വേണം, വണ്ടിയിൽ ഇരിക്കുന്നവർക്ക് യാത്രാ സുഖത്തിന് റോഡ് നല്ലതായിരിക്കണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അതെ. അപ്പോ നല്ല റോഡുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും യാത്ര നല്ല സുഖകരമായി. ബ്ലോക്ക് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഈ വന്ന കാലത്ത് ഇപ്പൊ നമ്മള് കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണി 9:30 മണി സമയത്ത് വെഞ്ഞാറമൂടൊന്നും പോകാൻ പറ്റത്തില്ല ഗൈസ്, ഭയങ്കര ബ്ലോക്കാണ്. അതേപോലെ തിരിച്ചു വരുന്ന സമയത്തും. അപ്പൊ അത് റോഡ് മോശമായതുകൊണ്ട് മാത്രമല്ല, കാരണം അവിടെ സൗകര്യങ്ങൾ കുറവാണ്. ഇപ്പൊ റോഡ് വാഹനങ്ങളുടെ എണ്ണം കൂടുതൽ. അതെ, അതും ഒരു വിഷയമാണ്. എല്ലാം ഒരു വിഷയമാണ് അല്ലേ? മൊത്തത്തിൽ പറഞ്ഞ ഒരു വിഷയം തന്നെ. അതെ. അപ്പോ ഞങ്ങളിപ്പോ പറഞ്ഞെന്ന് വെച്ചാൽ റോഡ് ഇപ്പം നല്ല നല്ല കൺസ്ട്രക്ഷൻസ്, നല്ല റോഡ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആദ്യം അന്നുണ്ടായിരുന്ന ആൾക്കാർ ബുദ്ധിമുട്ടിയ അത്രയൊന്നും നമ്മളിപ്പോ ബുദ്ധിമുട്ടുന്നില്ല. ഇനിയിപ്പോ നമ്മളുടെ നെക്സ്റ്റ് ജനറേഷൻ അത്രയും പോലും ബുദ്ധിമുട്ടാൻ പോകുന്നതുമില്ല. പാലങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവൻ ആകാശത്തൊരു റോഡുണ്ട്. അതായത് അങ്ങനെയല്ല ഗൈസ്, നമ്മളിപ്പോ എയറോപ്ലെയിൻ പോകത്തില്ലേ, അവർക്കും ഒരു റൂട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. അവർക്കും അവരുടേതായിട്ടുള്ള റൂട്ടും റോഡ്സും ഉണ്ടെന്നാണ് പറയുന്നത്. അവരും
അവര് അസൈൻ ചെയ്ത ഒരു പാത വഴി അവർക്കും പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലായിടത്തും കൊണ്ട് നമ്മൾ പറയല്ലോ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ പോകുന്നത് ആരൊക്കെയോ എട്ടി നയിച്ച ഒരു പാതകളിലൂടെയാണ്. അതുപോലെ തന്നെ ഉള്ളൂ റോഡ്. അപ്പൊ റോഡിനെ പറ്റിയുള്ള ഞങ്ങളുടെ വിശദീകരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എല്ലാരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതുതായിട്ട് വരുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.